ഹിജാബിനെ ചൊല്ലി കൊച്ചിയിലെ സ്കൂളിലുണ്ടായ തർക്കം സമവായത്തിലെത്തി. സ്കൂളിന്റെ നിയമാവലി അനുസരിച്ചുള്ള യൂണിഫോം ധരിച്ച് കുട്ടി നാളെ മുതൽ സ്കൂളിൽ എത്തുമെന്ന് പിതാവ് അറിയിച്ചു. കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയിലാണ് തീരുമാനമായത്. ഹൈബി ഈഡൻ എംപിയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ചേർന്ന് നടത്തിയ അനുനയ നീക്കമാണ് ഹിജാബ് പ്രശ്നം മതസ്പർദ്ധയില്ലാത്ത രീതിയിൽ അവസാനിക്കാൻ വഴിയൊരുക്കിയത്. കുട്ടിയുടെ പിതാവ് അനസുമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച നടത്തിയതിനെ തുടർന്ന് അദ്ദേഹവും സമവായ ചർച്ചയ്ക്ക് സ്കൂളിലെത്തിയിരുന്നു. ഈ സ്കൂളിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് തന്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. സിസ്റ്റർമാരുമായി സംസാരിക്കും, അവരുടെ മാതാപിതാക്കൾ അവരെ കണ്ട് സംസാരിക്കും. അവരുടെ കുട്ടികൾ നാളെ മുതൽ ഇവിടെ പഠിക്കാൻ വരും. 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അനസിന്റെ മോനും പഠിക്കുന്നുണ്ട്, ഈ മോളും പഠിക്കുന്നുണ്ട് 8ാം ക്ലാസ്സിൽ. സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് കുട്ടി നാളെ മുതൽ യൂണിഫോം ധരിച്ച് സ്കൂളിലെത്തുമെന്ന് പിതാവ് അനസ് അറിയിച്ചു. എന്റെ അടുത്ത് സംസാരിച്ച എല്ലാ വിശദ വിവരങ്ങളും നേടിയിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ MP പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന പിള്ളേരെന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. അവരുടെ വിദ്യാഭ്യാസം മുടക്കിക്കൊണ്ട് എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? കുട്ടിയുടെ കുടുംബത്തിന്റെ നിലപാട് ഹൈബി ഈഡൻ സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ഹിജാബ് വിവാദം നീളുന്നത് മതസ്പർദ്ധയിലേക്ക് വഴിയൊരുക്കും എന്ന ആശങ്കയെ തുടർന്നാണ് പെട്ടെന്ന് അനുനയ നീക്കമുണ്ടായത്. റിപ്പോർട്ടർ, കൊച്ചി.